രസമോറുന്നിതാ പുതുരുചി രസനദൻ തുമ്പില മധുപകർത്തുന്നുവോ മനമാകലേ രുചി മലയാളം രുചി മലയാളം. നമസ്കാരം. ദൂരദർശന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് രുചി മലയാളം. രുചി മലയാളം കുട്ടനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ കുമരകത്താണ്. ഇവിടെ വേമ്പനാട്ട് കായലെന്ന് പറയുന്നത് ഈ പരിസരവാസികളുടെ അന്നദാതാവാണെന്ന് പറയാം. ഒരുപാട് മത്സ്യവിഭവങ്ങളുണ്ട്, പല തരത്തിലുള്ള കായൽ മീനുകൾ. ഏറ്റവും സ്വാദ് കൂടിയ മീനുകളെന്ന് പറഞ്ഞാൽ സത്യത്തിൽ കായൽ മീനുകളാണ്. ഇവിടുത്തെ മഞ്ഞക്കൂരി, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ മത്സ്യമായ കരിമീൻ, പിന്നെ കൂടിവാള, അങ്ങനെ എനിക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ. പക്ഷേ ഈ മത്സ്യവിഭവങ്ങളുടെയൊക്കെ ടേസ്റ്റ് അതിഗംഭീരമാണ്. ഇനി കുറച്ച് നാൾ നമ്മൾ ഈ രുചികളൊക്കെയാണ് ആസ്വദിക്കാൻ പോകുന്നത്. കുട്ടനാടിൻ്റെ കാഴ്ചകളും കുട്ടനാടൻ രുചികളും. ഞാനിപ്പോൾ കൈപ്പുഴയാറിൻ്റെ തീരത്താണ്. ഇവിടെ സാഹസികമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഇപ്പോൾ രുചി മലയാളത്തിൻ്റെ ഷൂട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ചുറ്റാക്കി കൂടിയിട്ടുമുണ്ട്. അവിടെ നിന്നൊരു വഞ്ചിയിൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അവിടെ ഒരു ദ്വീപ് പോലെയാണ്. അവിടെ നിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒറ്റ മാർഗം ഈ വഞ്ചിയാണ്. നമസ്കാരം. ഇതെൻ്റെ വലിയ ആരാധികയാണ്. അമ്മയുടെ പേരെന്താണ്? ലക്ഷ്മി. ഞാൻ ഈ പോളിടെക്നിക്കൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരട്ടെ. ഈ വഞ്ചിയിൽ ഞാൻ അക്കരയ്ക്ക് പോവാണ്. അവിടെ കുറേ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. അവരെ കണ്ടിട്ട് വരാം. അതെ. എല്ലാവർക്കും മാറാറുണ്ട്. ഓ, സന്തോഷം. രുചി മലയാളത്തിൻ്റെ ആരാധികയുടെ പേരെന്താ? പ്രീതി. കണ്ടോ, രുചി മലയാളത്തിന് ആരാധകരുണ്ട്. പ്രീതി സ്ഥിരമായിട്ട് കാണുമെന്ന് പറഞ്ഞു രുചി മലയാളം. ഇഷ്ടമാണോ? ആ. വേണം കുഴൽ വേണം കുരവ വേണം ഞാനിപ്പോൾ വെട്ടൂർ ഷാപ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വെട്ടൂർ ഷാപ്പ് എന്നാണ്. ഈ ഷാപ്പ് കറികൾ, അതിനൊരു പണ്ട് തൊട്ടേ കുട്ടനാടൻ മേഖലയിലുള്ള പിന്നെ തെങ്ങിന്ന് ചെത്തുന്ന കള്ളും അതുപോലെ തന്നെ ഈ ഷാപ്പിലുണ്ടാക്കുന്ന കറികൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈവൻ ഫോറിനേഴ്സ് ട്രാവൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ ഷാപ്പിലെ കറികളെ പറ്റിയിട്ട് അവർ റിസർച്ച് ചെയ്തിട്ട് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള കറികളാണ്, അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിനകത്ത് തന്നെ കള്ള് ഷാപ്പുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഷാപ്പിലെ കറികൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടനാട്ടിൽ വന്ന പാടെ ഞാൻ കുമരകത്ത് എത്തിയ പാടെ തന്നെ വെട്ടൂർ ഷാപ്പിലേക്ക് വന്നിട്ട് ഇവിടുത്തെ കറികൾ ആസ്വദിക്കാൻ പോവാണ്. ശരിക്കുള്ള നമ്മുടെ കള്ള് തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന അല്ലെങ്കിൽ പനയിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ള് എന്ന് പറഞ്ഞാൽ ആരോഗ്യദായകമായ പാനീയമാണ്. പിന്നെ കുട്ടനാട്ടിലെ കള്ളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട്ടിലാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള കള്ള് കിട്ടുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കുറേ കാലം മുന്നേ വരെ ഇവിടുത്തെ ഷാപ്പുകളിലൊക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് കുട്ടനാട്ടിൽ നിന്ന് മാത്രമുള്ള കള്ളാണ്. അത് വളരെ ശുദ്ധമായ കള്ളാണ്, ആൽക്കഹോൾ കുറവുള്ളത്. ആൽക്കഹോൾ കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നമാണ്. എന്താണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ സുരേട്ടനാണ് ഇവിടുത്തെ ഹീറോ. സുരേട്ടാ നമസ്കാരം. ഇരിക്കും സുരേട്ട.
ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ഇവിടെ തരാൻ പറ്റുന്നത് കൂരി, കച്ചിക്കൂരി എന്ന് പറയും. കച്ചിക്കൂരി ചെറിയ കൂരിയാണ്. ചെറിയ കൂരി. ആ കൂരി നല്ല കൊടംപുളി ഇട്ട് വെച്ച് കറിയുണ്ട്. നല്ല കൊടംപുളി ഇട്ട് വെച്ച നാടൻ കൂരിക്കറിയുണ്ട്. പിന്നെ കപ്പയുണ്ട്, കക്കാർച്ചിയുണ്ട്. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ കുമരകം ഏരിയ എന്ന് പറയുന്നത് അപ്പർ കുട്ടനാടാണ്. അപ്പോൾ അപ്പർ കുട്ടനാടുകാരുടെ ഡെലിക്കസീസ് ആണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ഈ കറിയുടെയൊക്കെ സ്റ്റൈല് കുടംപുളിയൊക്കെ ഇട്ട് വെച്ച കറിയാണ്. ഇത് ഇന്ന് വെച്ചത് ആ കറിയാണോ ഇന്ന് രാവിലെ വെച്ച കറിയാണ്? ഓക്കെ, ഇന്ന് രാവിലെ വെച്ച കറിയാണ്. ഒരു പക്ഷേ ഇന്നലെ വൈകുന്നേരം വെച്ചിട്ട് വറ്റിച്ച് വെച്ച കറിയായിരുന്നെങ്കിൽ ഒരുപക്ഷേ കുടംപുളിയുടെ ടേസ്റ്റൊക്കെ കുറച്ചുകൂടെ പിടിച്ചിരുന്നാലേ. അപ്പോൾ ഇവിടുത്തെ കൂരിക്കറി ഞാൻ ടേസ്റ്റ് ചെയ്തു. എൻ്റെ കറി നല്ല ടേസ്റ്റാണ്. ഇനിയും നല്ല ഫിഷാണെന്ന് പറഞ്ഞു ഈ കൂരി എന്ന് പറയുന്നത് കാറ്റ് ഫിഷാണ്. ഇംഗ്ലീഷിൽ കാറ്റ് ഫിഷ് എന്നാണ് പറയുന്നത്. കാറ്റ് ഫിഷ് വിഭാഗത്തിൽ തന്നെ പല തരം കാറ്റ് ഫിഷുകളുണ്ട്. പണ്ട് കൂരി എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിൽ നിന്ന് ഒരു പക്ഷേ വംശനാശം സംഭവിച്ച് പോയേക്കാവുന്ന ഒരു ഇനമായിരുന്നു. ആകെ കണ്ടെത്തിയ എന്ന് വെച്ചാൽ ആ സമയത്ത് കൂരികളെ വേമ്പനാട്ട് കായലിൽ അരിച്ചു പെറുക്കിയിട്ട് ആകെ 17 എണ്ണമാണ് കിട്ടിയത്. അതിൽ 16 പെൺമത്സ്യങ്ങളും 1 ആൺമത്സ്യമാണ് കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് ഒരുപാട് റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കൂരികളെ വീണ്ടും സൃഷ്ടിച്ചത്. സത്യത്തിൽ കായൽ മീനിൻ്റെ ടേസ്റ്റ് ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റു മീനുകളൊന്നും കഴിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. കാരണം ഒന്ന്, വേമ്പനാട്ട് കായലിൻ്റെ ചെളിയുടെ പ്രത്യേകത. രണ്ടാമത്, വേമ്പനാട്ട് കായലിലെ ഒരുപാട് സസ്യങ്ങളുണ്ട്. ഈ സസ്യങ്ങളൊക്കെ കഴിക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സ്വാദും കൂടും. ഇനി കക്ക കഴിക്കാനുണ്ട്. കക്ക എന്ന് പറയുന്നത് ശരിക്കും കായലിലെ ക്ലീനിങ് വിഭാഗക്കാരെന്ന് വേണമെങ്കിൽ പറയാം. വെള്ളത്തെ ശുദ്ധീകരിക്കുന്നതിൽ ഒരു വലിയ പങ്ക് കക്കയ്ക്കുണ്ട്. ഷാപ്പ് കറികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കഴിക്കും തോറും കൂടുതൽ സലൈവേഷൻ ഉണ്ടാവും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എരിവാണ്. അത്യാവശ്യം എരിവുള്ള ഫുഡാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഓരോ ഇൻഫർമേഷനും പറയുന്ന സമയത്ത് ഒരാൾ എന്നെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാനത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് പുള്ളി ഓരോ ഇൻഫർമേഷൻ എനിക്ക് തരുന്നുണ്ട്. ഞാൻ പുള്ളിയെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. ചേട്ടാ ഒന്ന് വരുമോ? നമസ്കാരം. പേരെന്താണ്? പേര് തങ്കച്ചൻ. ഈ നാട്ടുകാരനാണ്? ഈ നാട്ടുകാരനാണ്. ഈ മേഖലയായിട്ട് എനിക്ക് ഒത്തിരി ബന്ധമുണ്ട്, കാർഷിക മേഖലയായിട്ട്. അല്ല, ഞാൻ ഇവിടുത്തെ ഈ മത്സ്യസമ്പത്തിനെ പറ്റിയിട്ട്, വേമ്പനാട്ട് കായലിലെ മത്സ്യസമ്പത്തിനെ പറ്റിയിട്ട് ഒന്ന് പറയും. ഈ വേമ്പനാട്ട് കായലിൽ ഒരു കാലഘട്ടത്തിൽ മത്സ്യങ്ങളുടെ അതായത് ആ ശേഖരം എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാനാകത്താണ്. ഉദാഹരണം വെച്ചൂർ എടുക്കാം. വെച്ചൂർ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയാണ്. തെങ്ങും നെല്ലും വാഴയും എല്ലാം മത്സ്യവും. പക്ഷേ ഇതിൻ്റെ അകത്ത് മത്സ്യസമ്പത്ത് കുറയാനുള്ള ഒരു പ്രധാന കാരണം എൻ്റെ ഒരു ചെറിയൊരു കണക്ക് കൂട്ടലാണ്. കാരണം ഇപ്പോൾ വെച്ചൂർ പഞ്ചായത്തിൽ വെച്ചൂർ കൃഷിഭവൻ്റെ പരിധിയിൽ 3800 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്, നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഈ നെൽകൃഷിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കള നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കീടനാശിനി എന്ന് വെച്ചാൽ അത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള റൗണ്ടപ്പ് അടിക്കും. അതിന് 1 ഏക്കറിൽ 1 ലിറ്റർ അടിക്കും. അത് കഴിഞ്ഞ് കളനാശിനി അടിക്കും. അത് കഴിഞ്ഞ് മറ്റുള്ള കീടങ്ങളൊക്കെ അടിക്കും. അതിനുശേഷം രാസവളങ്ങൾ പൊട്ടാഷായിട്ടും യൂറിയ ആയിട്ടും ഇത്രയും ഒരു 200 കിലോ അധികം ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും മണ്ണ് കുറച്ച് സ്വീകരിച്ചതിന് ശേഷം ബാക്കി മുഴുവൻ ഇത് പുറന്തള്ളപ്പെടുക. ഒരു 20% ഒക്കെ നെല്ല് വലിച്ചെടുക്കുള്ളൂ, ഒരു 10% എടുക്കുള്ളൂ, ബാക്കി മുഴുവൻ ഒബ്സർവ് ചെയ്യും. ഇത് മുഴുവനും നമ്മൾ മറ്റുള്ള പോലെ കോൾനിലങ്ങൾ പോലും അല്ല, ഇവിടെ പമ്പ് ചെയ്ത് വെള്ളം വെളിയിലേക്ക് കളയുക ഈ വേമ്പനാട്ട് കായലിലേക്ക്. അപ്പോൾ ഇത്രയും വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എത്രയോ പെർസെൻറ്റേജ് വരുന്നുണ്ട്. ഇത് മുഴുവനും വേമ്പനാട്ട് കായലിലേക്ക് ചെല്ലുക. വേമ്പനാട്ട് കായലിലേക്ക് ചെല്ലുമ്പോൾ എന്തുണ്ട്, ആവാസ വ്യവസ്ഥകൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഏറ്റവും വലിയ പ്രശ്നം. ഈ പൊല്യൂഷൻ ഏറ്റവും വലിയ പ്രശ്നം. അതിനുശേഷം വരുന്നത് വെച്ചാൽ പിന്നെ ഈ മത്സ്യസമ്പത്ത് കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം, നമ്മൾ ഈ ചീനവല, ഉടക്കുവല, അങ്ങനെ കുറേ ഈ മത്സ്യം പിടിക്കുന്ന ഒത്തിരി ഇതുണ്ടല്ലോ, അത് ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. കാരണം ചെറുമീനെ വരെ പിടിക്കുക, അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പിടിക്കുക, അതവർ കളയുക, അതാരും വാങ്ങുന്നില്ല. ആ രീതിയിൽ മത്സ്യസമ്പത്ത് ഗണ്യമായി നശിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വിയോജിക്കുന്നു. കാരണം
ടേസ്റ്റ് ഒന്ന് നോക്കുന്നു. ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനത് എതിർക്കുന്നു. കാരണം പണ്ട് വരാല്, കാരി, കൂരി, കരിമീൻ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. പൊല്യൂഷൻ പ്രശ്നമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾ 3-4 ദിവസമൊക്കെ കാരിയും വരാലും ഒക്കെ വെച്ച് കൂട്ടിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും ടേസ്റ്റ് എന്ന് വെച്ചാൽ ഈ കൂരി ഒന്ന് കഴിച്ചു നോക്കുന്നു. പിന്നെ കാരി എന്ന് പറയുന്നത് ഈ കൈ നാക്കെന്ന് എടുക്കില്ല. ഇത് നല്ല, അതായത് ചുവന്നുള്ളിയൊക്കെ ഇട്ട് വെച്ചാലുണ്ടല്ലോ, ചുവന്നുള്ളി ഇട്ട് വെക്കണം കാരി, എന്നിട്ട് തേങ്ങാപ്പാലും കൂടി ഒഴിക്കണം. അപ്പാസ് പോലെ വെച്ച് കഴിഞ്ഞാൽ നാക്കെന്ന് കൈ എടുക്കത്തില്ല. ആ രീതി കാരി. പക്ഷെ ആ കാരിക്കും കൂരിക്കും വരാലിനും ഒരു ടേസ്റ്റും ഇന്നില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു. ഓക്കെ, സന്തോഷം. രുചി മലയാളം. നമ്മളോടൊപ്പം 2 കലാകാരന്മാരുണ്ട്. 2 പേരും പാട്ടുകാരാണ്. ഒന്ന് അഞ്ജളിയനും ഒന്ന് ജയേട്ടനും. അഞ്ജളിയനും ജയേട്ടനും ചേർന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഉഗ്രൻ നാടൻ പാട്ട്. കൊണ്ടുവടി പാമ്പ്, ചെറയെല്ലാം മൂർഖനല്ല ചേനത്തണ്ടം പാമ്പ്. കൊണ്ടുവടി നോടിയിലൊരു പാമ്പ്, ചെറയെല്ലാം മൂർഖനല്ല ചേനത്തണ്ടം പാമ്പ്. പാമ്പിനെ തല്ലരുതേ കൊല്ലരുതേ കാർത്തു, നായരുടെ മൂർത്ത മകൾ കാർത്തു. പാമ്പിനെ തല്ലരുതേ കൊല്ലരുതേ കാർത്തു, നായരുടെ മൂർത്ത മകൾ കാർത്തു. കൊണ്ടുവടി റോഡിയിലൊരു പാമ്പ്, മൂർഖനല്ല അപ്പർ കുട്ടനാടൻ രുചികൾ നമ്മൾ ആസ്വദിച്ചത് വെട്ടൂർ ഷാപ്പിൽ നിന്നായിരുന്നു. വെട്ടൂർ ഷാപ്പിലെ 2 താരങ്ങളാണിത്. ഒന്ന് സുരേട്ടനും, അദ്ദേഹത്തിൻ്റെ പേര് ശിവാജി. അടിപൊളി പേരാണല്ലോ. രജനീകാന്തിൻ്റെ സിനിമയുടെ പേരാണ് ശിവാജി എന്ന്. ആ ശിവാജി എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ നമ്മുടെ സുരേട്ടനും ശിവാജി ചേട്ടനും ഒക്കെ നന്ദി പറയാണ്. ഇനി വീണ്ടും കാണാം. നല്ല സ്വാദുള്ള ഭക്ഷണമായിരുന്നു. അത് ഞാൻ ഒന്നിലൊന്നും നിർത്തിയില്ല. ഞാൻ പിന്നെ നമ്മുടെ കൂരി 2 പ്ലേറ്റ് വാങ്ങിച്ചു. അത് ഒരെണ്ണത്തിൽ 3 കഷ്ണം ഉണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഒരുപാട് സന്തോഷം. വീണ്ടും രുചി മലയാളം. കനകച്ചീലങ്ക കിലുങ്ങി കുമരകം കാന്തി കുലുങ്ങി. ഞാനിത് പാടാനുള്ള കാരണം നമ്മുടെ ഷെഫ്, നമ്മുടെ ഷാപ്പ് കറികൾ ഉണ്ടാക്കുന്ന ഷെഫ്, നമ്മളിന്നൊരു ഷാപ്പിൽ പോയിരുന്നു. ആ ഷാപ്പിലെ കറികൾ ഉണ്ടാക്കുന്ന ആൾ, അവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് കുക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ കുമരകം ഹെറിറ്റേജിൻ്റെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല, എക്സിക്യൂട്ടീവ് ഷെഫാണോ, ഇവിടുത്തെ നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മെയിൻ മുതലാളിയുടെ അടുത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ അതെ, പേര് രമണൻ. ചങ്ങമ്പുഴയുടെ പിന്നെ വളരെ പ്രശസ്തമായ ഒരു കവിതയുടെ പേരാണ് രമണൻ. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കൂരിക്കറിയാണ് ഉണ്ടാക്കിയത്. അതുപോലെ കൊടംപുളിയൊക്കെ ഇട്ടുള്ള കൊടംപുളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളകും കൊടംപുളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കൂരിക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ കക്ക ഇറച്ചി. ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ വിഭവങ്ങൾ. അപ്പം ആദ്യം നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കൂരിയാണ്. ആ കൂരിയുടെ സ്വാദ് അതിഗംഭീരമായിരുന്നു. പക്ഷേ ആ കൂരി നമുക്കിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടും നമ്മളിന്ന് മഞ്ഞക്കൂരിയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞക്കൂരിയുടെ ഒരു കറി. അപ്പോൾ നമ്മൾ തുടങ്ങാം. ഐശ്വര്യമായിട്ട് കത്തിച്ചു തുടങ്ങാം. കത്തിച്ചോ. അപ്പോൾ ആദ്യം പാൻ വയ്ക്കുക, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനകത്തേക്ക് ഉലുവ ഇടുക. ഇനി കടുക്. കടുക് പൊട്ടി. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഓക്കെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇടുകയാണ്. ആയില്ലേ? ഇനി മഞ്ഞപ്പൊടി. ശരിക്കും എവിടെ നിന്നാണ് പഠിക്കുന്നത് ഈ കുക്കിംഗ്? ഞാൻ ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ പഠിക്കുന്നു. ആണോ? അതിന് മുമ്പ് കുക്കിംഗ് അറിയില്ലായിരുന്നു? അറിയില്ലായിരുന്നു. ആശാന്റെ പേരെന്തായിരുന്നു? ആശാൻ എന്ന് പറഞ്ഞാൽ ജയ്മോൻ എന്ന് പറയും. ജയ്മോൻ.
ഇനി മുളക് പൊടി. മുളക് പൊടി. ഇത് പിരിമുളകാണോ സാധാ മുളക് പൊടിയാണോ? ഇത് പിരിയൻ. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ടു, കുറച്ച് കടുക് ഇട്ടു, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ, കറിവേപ്പില എല്ലാം കൂടി ഒരുമിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും ഇട്ടു. അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ സവാള ഇട്ടു. സവാള വാടി വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തു, അതിനുശേഷം മുളക് പൊടി ചേർത്തു. ഇനിയിപ്പോൾ മുളക് മൂത്ത് ഇനി വെള്ളം ഒഴിക്കും. ഇനി വെള്ളം ഒഴിക്കണം. ഉപ്പ്, പുളി 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 മൊത്തം പുളിവെള്ളം ഒഴിക്കാം. 2 കഷ്ണം പുളി ഇടാം. അപ്പോൾ പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്, പാകത്തിന് പുളിയും ചേർത്തിട്ടുണ്ട്. 2 കഷ്ണം കുടംപുളി അതിനകത്തേക്ക് ഇട്ടു, അതിൻ്റെ നീരും അതിനകത്തേക്ക് ഒഴിച്ചു. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ കൂരി ഇടും. ഇതാണ് കൂരി. ഇത് ഇന്ന് നമ്മൾ കഴിച്ചത് ചെറിയ കൂരിയാണ്, പക്ഷേ ഇപ്പോൾ എടുത്തിട്ടുള്ളത് മഞ്ഞക്കൂരിയാണ്. അത്യാവശ്യം നല്ല സൈസുള്ള മഞ്ഞക്കൂരിയാണ്. ഇനി കറി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മഞ്ഞക്കൂരി ഇതിനകത്തേക്ക് ഇടും. ഈ ആൾക്കാർക്ക് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും, മഞ്ഞക്കൂരി എന്ന് ഈ ചങ്ങായി പറഞ്ഞിട്ട് മഞ്ഞക്കൂരി അല്ലല്ലോ വെള്ളക്കൂരി അല്ലേ എന്ന്. ഇതിൻ്റെ ബോഡിയിൽ മഞ്ഞ കളർ ഉണ്ടാവും. അത് തേച്ച് മിനുക്കി എടുത്തേക്കാണ്, നന്നായിട്ട് പോളിഷ് ചെയ്തെടുത്തിട്ടാണ് ഈ വെള്ള കളർ കിട്ടുന്നത്. സത്യത്തിൽ കൂരിക്ക് മഞ്ഞ നിറം തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഉളുമ്പെല്ലാം പുറത്തെ ഉളുമ്പെല്ലാം പോയി കഴിയുമ്പോഴാണ് ഈ കളർ വരുന്നത്, വെള്ളക്കൂരിയാവുന്നത്. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് തിളച്ചു. ഇനി ഇതിനകത്ത് കൂരിമീൻ ഇടാൻ പോവാണ്. കുറച്ചേ ഉള്ളതുകൊണ്ട് 2 മീനുകളാണ് ഇപ്പോൾ നമ്മൾ ഇട്ടത്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ, കൂരിക്ക് അധികം വേവില്ല, ഒരു 10 മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ. 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കൂരിക്കറി റെഡി അല്ലേ? 10 മിനിറ്റ് അല്ലേ വേണ്ട? 10 മിനിറ്റ് മതി. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം തേങ്ങാപ്പാൽ അതിൻ്റെ മുകളിൽ ഒന്ന് കറി ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഒന്ന് ടേസ്റ്റും കിട്ടും. കറി ടൈറ്റാ എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ കഴിക്കാനല്ലേ ടേസ്റ്റ് കൂരിക്കറി? ഉപ്പും പുളിയും പിടിക്കണം. നാളെ കഴിക്കാനാണ് അതിൻ്റെ പ്രത്യേക ഒരു ഇത്. അന്നേരം കഴിച്ചാൽ ഒരു ഇത് കിട്ടിയല്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇന്നെടുത്ത് വെച്ചിട്ട് നാളെ കഴിച്ചാലോ? എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഒരു കറി റെഡിയാണ്. ഇത് നമ്മൾ നാളെ കഴിക്കുന്നതായിരിക്കും. നമ്മുടെ ഷാപ്പ് കറികളിലെ അടുത്ത ഇനം കക്കയിറച്ചിയാണ്. അതാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പിന്നെ പല തരത്തിൽ കക്കയിറച്ചി ഉണ്ടാക്കാം. പിന്നെ തോരൻ പോലെ ഉണ്ടാക്കാം. പിന്നെ അത് തന്നെ തോരൻ തന്നെ ഒന്നുകൂടെ വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡ്രൈ തോരനാവും. ആ രീതിയിൽ ഉപയോഗിക്കാം. പീര പറ്റിക്കുന്ന പോലെ ഇച്ചിരി വെള്ളത്തിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈ പോലെയാണ്. ഒരു തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് പൂളി ഇട്ടിട്ട് പിന്നെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്ന ടൈപ്പാണ്. മെഴുക്കുവരട്ടി എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫ്രൈ എന്ന് പറയാം. കത്തി ആദ്യം വെളിച്ചെണ്ണ മതി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകിട്ടു. ഇനി ഇതിലും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി കക്കയിറച്ചിയിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കും അല്ലേ? ചേർക്കും. അതിനാ ഇഞ്ചിയുടെ ഒരു ഫ്ലേവറിലാണ്. കക്കയിറച്ചിക്ക് ഒരു ചെറിയ ഉളുമ്പ് പോലുള്ളതുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി കൂടുതൽ ചേർക്കും. അത് മീനിനകത്താണെങ്കിലും ഇഞ്ചി ഇച്ചിരി കൂടുതൽ ചേർക്കണം, മീനിൻ്റെ ഉളുമ്പ് ഇച്ചിരി പോകാൻ വേണ്ടി. തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇതിനുള്ളിൽ കക്കയുണ്ട്. ആദ്യം തേങ്ങ ഇടാം. ഇതാ കണ്ടോ, കക്ക ബോയിൽ ചെയ്ത് വെച്ചേക്കാണ്. ഇനി അതും ഇടാം. ശരിക്കും കക്ക ഇങ്ങനെ ബോയിൽ ചെയ്ത് കിട്ടുന്നത് തന്നെ ഒരു വലിയ അധ്വാനത്തിനൊടുവിലാണ്. സാധാരണക്കാരായ ആൾക്കാരാണ് കൂടുതലും. എനിക്ക് തോന്നുന്നു കക്ക വരുന്നതൊക്കെ സ്ത്രീകളായിപ്പോൾ അല്ലേ? പുരുഷന്മാരുണ്ട്. വളരെ തുച്ഛമായ ഒരു വരുമാനമാണ് അവർക്കുള്ളത്. കക്ക വാരിയെടുത്ത് മുങ്ങിയിട്ടൊക്കെയാണ് ചില സമയത്ത് വാരിയെടുക്കേണ്ടി വരുന്നത്. കക്ക മുങ്ങി വാരിയെടുത്തതിന് ശേഷം അത് പിന്നെ ബോയിൽ ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ ഷെല്ലൊക്കെ മാറ്റിയെടുത്തിട്ടാണ് ഈ രൂപത്തിൽ കിട്ടുന്നത്. അത് മാറ്റിയെടുക്കുന്ന സമയത്തും ഇതിനകത്ത് എന്തൊക്കെ വേസ്റ്റ് ഉണ്ട്, അത് നമ്മളിവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യും അല്ലേ? നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയാണ് നമ്മൾ എടുക്കുന്നത്. മണ്ണും ചപ്പും ചവറും എല്ലാം ഉണ്ടാവും. 4-5 പ്രാവശ്യം കഴുകിയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ പൊടികൾ അവസാനമാണോ ചേർക്കുന്നത്? ഇത് ഒന്നുകൂടെ കക്കയിറച്ചി ഒന്ന് വെള്ളം ഈ പൊട്ടിത്തീരുമല്ലേ, കറച്ചി പൊട്ടുന്നുണ്ട്, അതിൻ്റെ അത് വെള്ളമുണ്ട്. ആ ജലാംശം പൊട്ടി കഴിയുമ്പോഴത്തേക്കും പൊടി ചേർത്താണ്. മഞ്ഞൾപ്പൊടിയും എന്തൊക്കെ? മഞ്ഞപ്പൊടി ഉപ്പും ചേർത്താണ് നമ്മൾ കക്കയിറച്ചി വേവിക്കുന്നത്, ഇതിൻ്റെ ഇത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഇതിന് ചേരേണ്ട വേണ്ടി ഇനി അല്പം ഉപ്പ് മാത്രം ചേർത്താണ് മതി. നമ്മുടെ മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി,
അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മാലപ്പടക്കം പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ജലാംശം ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടുന്നത്. ഈ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി പൊടികൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഉപ്പ് ചേർക്കണ്ടേ കുറച്ചുകൂടെ? ഇത് ഗരം മസാലയാണ്. ഒരല്പം മുളക് പൊടി ചേർത്തു, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു, പിന്നെ കുറച്ച് മീറ്റ് മസാല ചേർത്തു, കുറച്ച് ഗരം മസാല ചേർത്തു. അപ്പോൾ അതിൻ്റെ മണമൊക്കെ നല്ല മണം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഇട്ട തേങ്ങാക്കൊത്തൊക്കെ മൂത്തിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ട്. പറക്കും തളിക എന്ന സിനിമയിൽ ഹരിശ്രീ അശോകൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് രമണൻ എന്നാണ്. അത് മലയാളികൾ ആരും മറക്കില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വന്ന ട്രോളുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് രമണ എന്നുള്ള വിളിയാണ്. എന്തായാലും ഇത് കഴിച്ചതിന് ശേഷം ഈ നമ്മുടെ ഷെഫ് രമണൻ ഉണ്ടാക്കിയ പിന്നെ കക്കയിറച്ചി കഴിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, മുതലാളി ചക അടിപൊളിയാട്ടോ, ഉഷാറാ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി ഞാൻ വീണ്ടും വരും. അപ്പോൾ പിന്നെ കുമരകം റിസോർട്ടിൽ നമ്മൾ ഉന്നം വെച്ച് വരുന്നത് നമ്മുടെ ഷെഫ് രമണനെ ആയിരിക്കും. മുതലാളി ചക രുചി മലയാളം. രുചി മലയാളം.